ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ആമയും മുയലിൻ്റെയും കഥയാണ് കേട്ടോ. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു ആമയും മുയലും താമസിച്ചിരുന്നു. ആമയാവട്ടെ ഒരു പാവത്താനായിരുന്നു, എന്നാൽ മുയലോ ഒരു വലിയ അഹങ്കാരിയായിരുന്നു. മുയൽ വളരെ വേഗം ഓടുന്ന ഒരുവനായിരുന്നു, എന്നാൽ ആമയാവട്ടെ ഓട്ടത്തിൽ വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. കാണുമ്പോഴെല്ലാം മുയൽ ആമയെ പരിഹസിക്കുമായിരുന്നു. ഓടാൻ അറിയാത്തവൻ എന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കലും ചെയ്തിരുന്നു. ഹേ ആമേ, നീ ഇത്രയും മന്ദമായിട്ട് എങ്ങനെ ജീവിക്കുന്നു? ഇത് കേട്ട ആമ പറഞ്ഞു, വേഗം അത്ര പ്രാധാന്യമല്ല, ക്ഷമയും പരിശ്രമവുമാണ് ഏറ്റവും വലുത്. ഇത് കേട്ട് നിന്ന മുയൽ പറഞ്ഞു, ഓ അഹങ്കാരി, നീ അത്രയ്ക്കൊക്കെ ഉള്ളതുണ്ടോ? നിനക്ക് എന്റെ കൂടെ മത്സരിക്കാൻ പറ്റുമോ? നമുക്കൊരു പന്തയം വെക്കാം, ആരാദ്യം ഓടിയെത്തുമെന്ന് നോക്കാം. അല്ലെങ്കിലും നിനക്കൊന്നും അത് ജയിക്കാനുള്ള കഴിവില്ലെന്നേ, അതിനൊക്കെ ഞാൻ. ഓട്ട മത്സരത്തിൽ മുയൽ തന്നെ ജയിക്കും എന്നുള്ള അഹങ്കാരമായിരുന്നു മുയലിന്റെ മനസ്സിൽ. ഇതു കേട്ട ആമ ഒന്നും നോക്കാതെ മത്സരത്തിനു വേണ്ടി സമ്മതിച്ചു. എന്നാൽ ആമ ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുമെന്ന് മുയൽ കരുതിയിട്ടില്ലാട്ടോ. അത് കണ്ട് വീണ്ടും മുയൽ കളിയാക്കി. ഹേയ്, ഞാനൊരു തമാശ പറഞ്ഞതിന് നീ ഇത്ര പെട്ടെന്ന് സീരിയസ് ആയി എടുത്തു? നീ എന്റെ കൂടെ മത്സരിക്കാനുള്ളതൊക്കെ ഉണ്ടോ? എന്നാലും നിന്റെ ഒരു ആഗ്രഹമല്ലേ, മത്സരം നടക്കാം എന്ന് പറഞ്ഞ് മുയൽ അവനെ കളിയാക്കി. എന്നാൽ ആ കളിയാക്കലുകളൊന്നും വകവെക്കാതെ ആമ മത്സരത്തിനായി തയ്യാറായി. മത്സരത്തിന്റെ തുടക്കത്തിൽ മുയൽ തന്നെയാണ് വേഗത്തിൽ ഓടിയിരുന്നത്. താൻ തന്നെ ജയിക്കുമെന്നുള്ള അതിയായ അഹങ്കാരം മുയലിന്റെ മനസ്സിലുണ്ടായിരുന്നു. വളരെ പുച്ഛഭാവത്തോടു കൂടിയാണ് മുയൽ ഓടിയിരുന്നത്. മുയൽ തന്നെയാണല്ലോ മുമ്പിലുമുള്ളത്, അവനെ അഹങ്കരിക്കാൻ അത് തന്നെ ധാരാളം. തന്റെ പിന്നിൽ വരുന്ന ആമ ഒരിക്കലും തന്റെ മുന്നിലാവില്ല എന്നുള്ള ഒരു വിശ്വാസം മുയലിനുണ്ടായിരുന്നു. ആമയാകട്ടെ മെല്ലെയാണ് വരുന്നത് കേട്ടോ. മുയലാണെങ്കിലോ നല്ല വേഗത്തിൽ ഓടുന്നു. ആദ്യമൊക്കെ മുയൽ നല്ല വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. ഓടി 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 കുറച്ചു കഴിഞ്ഞപ്പോൾ മുയൽ പിന്നിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ആമയാവട്ടെ പിന്നിൽ വളരെ അകലെയാണ് വരുന്നത്. അങ്ങനെയിരിക്കെ മുയലിനൊരാശയം തോന്നി. ആമ എന്തായാലും പതിയെ പതിയെ തുഴഞ്ഞെത്തുകയുള്ളൂ, ഞാൻ എന്തായാലും ജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം വിശ്രമിക്കാം എന്നുള്ളൊരു ചിന്ത മുയലിന്റെ മനസ്സിൽ വന്നു. അങ്ങനെ അവിടെയുള്ള ഒരു മരത്തണലിൽ മുയൽ ഉറങ്ങാൻ കിടന്നു. എന്നാൽ മണ്ടനായ മുയൽ ഒന്നും ശ്രദ്ധിച്ചില്ല. അവൻ നല്ല ഉറക്കത്തിൽ പെട്ടുപോയി. അവന് ബോധം തീരെ ഉണ്ടായിരുന്നില്ല. മുയലിന്റെ എല്ലാ കളിയാക്കലും കേട്ടുകൊണ്ടിരുന്ന ആമ ഈ തക്കത്തിൽ മെല്ലെ മെല്ലെ തുഴഞ്ഞ് ജയിക്കുന്ന പോയിന്റ് എത്താറായി. ആമ ഒരു നിമിഷം പോലും നിർത്തിയില്ല. അവൻ അവന്റെ ചെറിയ കാലുകളാൽ അവന് പറ്റുന്ന വിധത്തിൽ അങ്ങ് മുന്നോട്ട് നീങ്ങി. പാവം മുയൽ ഇതൊന്നും അറിഞ്ഞില്ലാട്ടോ. ഒടുവിൽ വഴിയോരത്ത് ആമ കണ്ടത് ഉറങ്ങിക്കിടക്കുന്ന മുയലിനെയാണ്. മുയലാണെങ്കിലോ നല്ല ഉറക്കത്തിലും. അങ്ങനെ ആമ ലക്ഷ്യസ്ഥാനത്ത് എത്താറായി. മുയൽ ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകുന്ന ആമയെയാണ് നമ്മൾ കാണുന്നത്. ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന മുയൽ കാണുന്നത് ആമ വിജയസ്ഥാനത്തെത്തി ജയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇതിൽ നിന്ന് എന്തു മനസ്സിലായി കൂട്ടുകാരെ? വേഗം മാത്രമല്ല പ്രാധാന്യം, ധൈര്യവും ആത്മവിശ്വാസവും കൂടിയാണ് വിജയത്തിന്റെ രഹസ്യം. നമ്മുടെ ലക്ഷ്യം എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായും വിജയലക്ഷ്യം കരസ്ഥമാക്കാൻ പറ്റൂട്ടോ.